ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ കഴുകി ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞ് കപ്പ പുഴുങ്ങാം. അപ്പോൾ ഇന്ന് വൈകിട്ട് പെട്ടെന്നൊരാശയാണ് നമുക്ക് കപ്പ തിന്നണം തോന്നുന്നത്. കപ്പയും നമുക്കൊരു ചമ്മന്തി, മനസ്സിലായില്ലേ? അതെ, കപ്പ നന്നാക്കി ഇങ്ങനെ ചെറുതായിട്ടാണ്ട പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കും. ഒരു ചമ്മന്തിയും കൂട്ടി കണ്ടില്ലേ? അപ്പം നമ്മുടെ കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അരിയാനുണ്ട്. അപ്പോൾ അതും കൂടെ അരിഞ്ഞിട്ട് നേരെ പുഴുങ്ങാൻ കയറ്റി വെക്കും. അപ്പോൾ ഇത് നമ്മുടെ കപ്പ റെഡിയാക്കി വെള്ളം വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പ് ഇടണം. അപ്പോൾ ഇതേ കുറച്ച് ഉപ്പാണ്, ഇത്ര ഉപ്പാണ് ഇടാം. കുറച്ചും കൂടി ഇടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതേ നോക്കിയേ, നമ്മുടെ 2 സവാള, 2 തക്കാളി, 10 പച്ചമുളക്, പിന്നെ ഉപ്പും മുളക് പൊടിയും നമ്മുടെ ഇടിച്ചൂത്തിയ മുളകും കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ ചമ്മന്തിക്കുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് എടുക്കാം. ഇത് നമ്മുടെ തക്കാളിയും സവാളയും മുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതാണ്ട സലാഡ് പോലെ, അതായത് ഉപ്പും മുളകൊക്കെ ഇട്ടൊരു തിരുമ്പൻ. അതെൻ്റെ എളുപ്പപ്പണിയാണ്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് 3 കൂടി അങ്ങോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനം കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ, നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാ എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ കൊപ്രയും കിഴങ്ങുമാണ്. അതായത് ഞാനിവിടെ കിഴങ്ങെന്നും പറയും, കൊള്ളിയെന്നും പറയും കേട്ടോ ഗൈസ്. നമ്മൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി മതി കേട്ടോ ഗൈസ്. നമുക്കത് കുറച്ച് ചോറ് അങ്ങോട്ട് തിന്നെ. നമ്മൾ കുറച്ച് പടച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പോൾ വിശക്കനുണ്ടെന്നുണ്ടെങ്കിൽ, കറിയൊക്കെ ഉണ്ടാക്കാൻ ടൈമില്ലെങ്കിൽ നേരെ 2 സവാളയും 2 തക്കാളിയും 2 മുളകും എടുക്കുക, അവിടെ അരിയുക. എന്നിട്ട് നേരെ ഉപ്പും മുളകും കൂടി അവിടെ ചാലിക്കുക. മനസ്സിലായില്ലേ? ഇത്തിരി വെളിച്ചെണ്ണ കൂടിയിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇത്തിരി കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് സെറ്റായിട്ടിരിക്കട്ടെ. നമ്മുടെ കിഴങ്ങ് എന്തായെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് കിഴങ്ങ് എന്തായെന്ന് നോക്കാം. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കണേണ്, എന്നാലും ഒന്ന് വേകാനുണ്ട്. അപ്പോൾ അവനൊന്ന് വേകട്ടെ ഒന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ നല്ല കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പോരാത്തതിന് കുറച്ച് ചോറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഞാനല്ലേ, ഇത് അടിപൊളി കോമ്പിനേഷനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഇപ്പം നമ്മൾ ഒറ്റക്കായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തോന്നിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാൻ അത്ര പാടൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സ്വയം ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ ചെയ്യുന്നത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് ഗൈസ്, കൊച്ചു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൻ്റെ പേരറിയാല ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിനും നല്ല വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതാണ്. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ പോണേ. നമ്മുടെ കിഴങ്ങും നമ്മുടെ ചമ്മന്തിയും കൂടി ഞാനൊന്ന് കൂട്ടി ഇങ്ങനെ കുഴച്ചതേ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോണേ ഗൈസ്.